അപ്പോൾ എയർമാൻ അന്ന് പള്ളിയിൽ പോകണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം രാത്രിയായി. അപ്പോൾ ഒന്ന് ഗുഡ് നൈറ്റ് മോഹൻ നാദൃശ്യനെയാണ് എയർമാനെ ഏൽപ്പിച്ചത്. എന്നിട്ട് പറഞ്ഞു എയർമാന് വേണ്ട കാര്യങ്ങളൊന്ന് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞ് നാദൃശയുടെ കാറിൽ എയർമാനെയും കൊണ്ട് തമ്മനത്ത് ഒരു പള്ളിയിൽ പോയി. അപ്പോൾ ഏകദേശം രാത്രിയാവാറായിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നു. അപ്പോൾ നാദൃശയുടെ ഒരു വേർഷനിൽ പറയുന്നതാണ്, വളരെ രസകരമായിട്ടാണ് നാദൃശ പറഞ്ഞത്. അതായത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മുല്ലാക്ക അവിടെ ഇരിക്കുന്നുണ്ട്, പ്രായമായിട്ടുള്ള ഒരാൾ. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ നിസ്കരിക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ നാദൃശേനെ വില കണ്ടിട്ടൊക്കെ ഉള്ളതുകൊണ്ട് അറിയാം. അപ്പോൾ പറഞ്ഞു ഇവിടെ അടച്ച് ഇപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ്, അതുകൊണ്ട് ഇവിടെ ഈ വരാന്തയിൽ എവിടെയെങ്കിലും നിസ്കരിച്ചോളൂ എന്ന് എന്തോ പറഞ്ഞു. അപ്പോൾ നാദൃശ പറഞ്ഞില്ല, വലിയൊരു മനുഷ്യനാണ് എൻ്റെ കൂടെ. അപ്പോൾ എയർമാൻ കുറച്ച് മാറിയിരിക്കണം. അപ്പോൾ എൻ്റെ കൂടെ വലിയൊരു മനുഷ്യനാണുള്ളത്, അപ്പോൾ അതുകൊണ്ട് ഒന്ന് അകത്തന്നെ കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുല്ലാക്കൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതാരാണ് വലിയ മനുഷ്യൻ, ഇതൊരു ചെറിയ ആളല്ലേ എന്നുള്ള രീതിയിൽ, അതായത് എയർമാനും മനസ്സിലായില്ല. പക്ഷേ ഇത് എയർമാനാണ് എന്നൊന്നും പറയാനും നിന്നില്ല. അപ്പോൾ എയർമാൻ അതങ്ങ് എൻജോയ് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവർ അകത്തേക്ക്, അപ്പോൾ എന്തോ നാദൃശ എന്തോ കാലുമൊക്കെ കഴുകാൻ വേണ്ടി സൈഡിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇവരെന്തോ പറഞ്ഞു കൊടുത്തു, മുല്ലാക്ക എന്തോ പറഞ്ഞു കൊടുത്തു അങ്ങോട്ട് കയറി ഇരിക്കാനോ എന്തോ പറഞ്ഞു കഴിഞ്ഞ സമയത്ത് എയർമാൻ എന്തോ വേറെ ഏതൊരു സൈഡിലോട്ട് പോയപ്പോൾ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു എടാ നീ അങ്ങോട്ടേ പോകുന്നു, അവിടെ അല്ല അത് ഇവിടെ എന്നും പറഞ്ഞ രീതി എയർമാൻ്റെ അടുത്ത് പറയുമ്പോൾ നാദൃശ ഓടി വന്നിട്ട്, അപ്പോൾ എയർമാൻ ഇനിയിപ്പോൾ അതൊരു ഈഗോ ആവോ, ഇത്ര വലിയൊരു മനുഷ്യനാണ്. പക്ഷേ നാദൃശ പറയുന്ന എയർമാൻ അത് വളരെയധികം എൻജോയ് ചെയ്തു. കാരണം ഈ ആ വ്യക്തിക്ക് പറഞ്ഞ വ്യക്തി പ്രായമായിട്ടുള്ള അദ്ദേഹത്തിന് അറിയില്ല എയർമാൻ ആരാന്ന് അറിയില്ല, കണ്ടിട്ട് മനസ്സിലായിട്ടൊന്നുമില്ല. അദ്ദേഹം വളരെ ഇന്നസെൻ്റ് ആയിട്ട് എല്ലാവരോടും പറയുന്ന പോലെ അവിടെ സ്ഥിരമായിട്ട് വരുന്ന ആളുകളോടൊക്കെ പറയുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് പറഞ്ഞത്.